അലർജി, ആസ്മ തുടങ്ങി ത്വക്ക് രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിൽ ഏതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ ഡോക്ടർ സ്മിത രഘുനന്ദനന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ്. സ്കിൻ ആൻഡ് അലർജി ഹോമിയോപ്പതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക്, ചാലിപ്പാടം റോഡ്, വടക്കാഞ്ചേരി. ഫോൺ 8137973856. VCB ന്യൂസ് ഇമ്പാക്ട്. മാലിന്യ നിക്ഷേപത്തിനെതിരെ നടപടിയുമായി വടക്കാഞ്ചേരി നഗരസഭ. 7 ദിവസത്തിനകം റെയിൽവേ സ്ഥലം വൃത്തിയാക്കി പരിപാലിച്ചില്ലെങ്കിൽ റെയിൽവേക്കെതിരെ പ്രോസിക്യൂഷൻ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് നഗരസഭാ സെക്രട്ടറി KK മനോജ് പറഞ്ഞു. പൊതു ഇടങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുന്ന നഗരസഭയുടെ പ്രവൃത്തിക്ക് തടസ്സം സൃഷ്ടിച്ച് റെയിൽവേ അധികൃതർ. റെയിൽവേയുടെ ഉടമസ്ഥതയിലുള്ള വടക്കാഞ്ചേരി നഗരസഭയിലെ 8ാം ഡിവിഷനിൽ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ, ARC എന്നിവിടങ്ങളിലേക്ക് പോകുന്ന റോഡിന്റെ വശങ്ങളിലാണ് നിരന്തരം മാലിന്യം കൂമ്പാരമാകുന്നത്. ഇക്കാര്യം VCB ന്യൂസ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. വാർത്തയുടെ അടിസ്ഥാനത്തിൽ നഗരസഭാ അധികൃതർ സ്ഥലം പരിശോധിച്ചു. പൊതുജനങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളും പരിസര മലിനീകരണവും പകർച്ചവ്യാധികളും ഉണ്ടാകാനിടയുള്ളതായി റിപ്പോർട്ട് ലഭിച്ചതിനെ തുടർന്ന് സ്ഥലം വൃത്തിയായി സൂക്ഷിക്കണമെന്നും മാലിന്യം വരാതിരിക്കുന്നതിന് സ്ഥലം വേലിയോ മറവോ ഉണ്ടാക്കി സംരക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ട് നഗരസഭ റെയിൽവേക്ക് നേരത്തെ നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ റെയിൽവേയുടെ ഭാഗത്തു നിന്നും യാതൊരു തുടർ നടപടികളും ഉണ്ടായില്ല. അതിനാൽ 7 ദിവസത്തിനകം റെയിൽവേ ഈ സ്ഥലം വൃത്തിയാക്കി പരിപാലിച്ചില്ലെങ്കിൽ റെയിൽവേക്കെതിരെ പ്രോസിക്യൂഷൻ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് നഗരസഭാ സെക്രട്ടറി അറിയിച്ചു. നമ്മുടെ പ്രമുഖ ന്യൂസ് ചാനലായ VCB ന്യൂസ് കഴിഞ്ഞ ദിവസം വളരെ പ്രധാനപ്പെട്ട ഒരു പരാമർശം നടത്തുകയുണ്ട്. വടക്കാഞ്ചേരി നഗരസഭയിലെ മാലിന്യ സംസ്കരണ പരിപാടികൾ, ക്ലീൻ ഡ്രൈവുകൾ സംസ്ഥാന പാതയിൽ അല്ലെങ്കിൽ അത്തരം സ്ഥലങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു എന്നാണ്. പക്ഷെ അങ്ങനെയല്ല. വടക്കാഞ്ചേരി നഗരസഭയിൽ എവിടെയും ഒരു ഗാർബേജ് വൾണറബിൾ പോയിന്റ് ഇല്ലാതെ നമ്മൾ അത് പരിശോധിക്കുന്നുണ്ട്, പരിഹരിക്കപ്പെടുന്നുണ്ട്. ഇതേ സമയത്ത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് റെയിൽവേയുടെ ഭൂമിയിൽ മാലിന്യം നിക്ഷേപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ന്യൂസ് ഇതേ ചാനൽ പ്രസിദ്ധീകരിച്ചു. നമ്മൾ വളരെ പോസിറ്റീവായ ന്യൂസിനെ കാണുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ റെയിൽവേക്ക് നമ്മൾ നോട്ടീസ് നൽകുകയും ചെയ്തു. പിന്നീട് അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിലല്ല, അത് റെയിൽവേയുടെ എഞ്ചിനീയറിംഗ് വിങ്ങിലാണ് ചെയ്യുന്നതെന്ന് അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തൃശ്ശൂർ ഡിവിഷണൽ എഞ്ചിനീയറിംഗ് നമ്മൾ നോട്ടീസ് നൽകുകയുണ്ടായി, നഗരസഭ നോട്ടീസ് നൽകുകയുണ്ടായി. നിർഭാഗ്യവശാൽ അവർ പിന്നീട് അതിനോട് യാതൊരു നടപടി എടുത്തിട്ടില്ല. പക്ഷേ ഈ അടുത്ത ദിവസം ന്യൂസ് ചാനൽ അത് വീണ്ടും പുറത്തു കൊണ്ടുവന്നു, വളരെ പ്രാധാന്യം നൽകി. എന്നാലും ആ ഒരു സൂചിപ്പിക്കലിനെ ഞങ്ങൾ അഭിനന്ദിക്കുകയാണ്. കാരണം ഞങ്ങളെ സംബന്ധിച്ചും ഇങ്ങനെ ഒരു ഫോളോ അപ്പ് ആക്ഷൻ നഗരസഭയുടെ പരിപാടികളിൽ വളരെ ആവശ്യമാണ്, അത്യാവശ്യമാണ്. ആ ഫോളോ അപ്പ് ആക്ഷനെ തുടർന്ന് ഒരു ന്യൂസ് ഇമ്പാക്റ്റ് എന്ന രീതിയിൽ നമ്മൾ ഇപ്പോൾ വടക്കാഞ്ചേരി റെയിൽവേക്കെതിരെ പ്രോസിക്യൂഷൻ നടപടികൾ നടത്താൻ ആരംഭിക്കുകയാണ്. കേന്ദ്ര നഗരപാർപ്പിട മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സ്വച്ഛ് സർവേക്ഷൺ പരിപാടിയുടെ ഭാഗമായി നഗരസഭ കൂടുതൽ വൃത്തിയും സുന്ദരവുമാക്കി തീർക്കുകയാണ്. അതിനിടെ റെയിൽവേയുടെ ഈ നടപടി തീർത്തും അപലപനീയമാണെന്നും നഗരസഭാ സെക്രട്ടറി പറഞ്ഞു. VCB ന്യൂസ്, വടക്കാഞ്ചേരി.